രാവിലെ കണ്ണ് തുറക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്നവരെ നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും കയ്യിലൊരു സ്മാർട്ട് വാച്ച് സ്ഥിരമായി കാണും അല്ലേ? വാട്സാപ്പിൽ മെസ്സേജ് വരുമ്പോൾ കൈ വിറക്കുന്നതും നെഞ്ചോട് ചേർത്ത് ഫോൺ വെച്ചാൽ ക്യാൻസർ വരുമെന്ന് പറയുന്നതുമായ ഒട്ടനവധി പേടികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. എന്നാൽ മെഡിക്കൽ രംഗത്തെ വലിയ പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്ന റേഡിയേഷൻ ഒന്നുമല്ല ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്നാണ്. നമ്മുടെ ശരീരത്തെക്കാൾ ഉപരി നമ്മുടെ തലച്ചോറിനെ ഉറക്കത്തെ ഇല്ലാതാക്കുന്ന മറ്റൊരു വലിയ സൈക്കോളജിക്കൽ കേണിയാണ് ഈ ഗാഡ്ജറ്റുകൾ ഒരുക്കുന്നത്. നമുക്ക് ഈ ഗാഡ്ജറ്റുകളുടെ യഥാർത്ഥ ശാസ്ത്രം വളരെ സിമ്പിൾ ആയെന്ന് നോക്കാം. ഒന്നാമത്, റേഡിയേഷന്റെ യഥാർത്ഥ സത്യം. ഫോണുകളും സ്മാർട്ട് വാച്ച് പുറപ്പെടുവിക്കുന്ന നോൺ അയോണൈസർ റേഡിയേഷൻ ആണ്. അതായത് എക്സ്റേ ഒക്കെ പോലെ നമ്മുടെ ശരീരത്തിലെ DNA തകർക്കാൻ മാത്രമുള്ള ശക്തിയൊന്നും ഈ ബ്ലൂടൂത്ത് വൈഫൈ തരംഗങ്ങൾക്കില്ല. ലോകാരോഗ്യ സംഘടന നടത്തിയ വലിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കമ്പനികൾ നിശ്ചയിച്ചുള്ള സുരക്ഷിതമായ SAR, അതായത് സ്പെസിഫിക് അബ്സോർപ്ഷൻ റേറ്റ് പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ഡിവൈസിന് ശരീരത്തിന് നേരിട്ട് ക്യാൻസർ ഉണ്ടാക്കില്ല എന്നാണ്. രണ്ടാമത്, ഉറക്കം കെടുത്തുന്ന നീലവെളിച്ചം. എന്നാൽ ശരീരത്തിന് വരാൻ പോകുന്ന യഥാർത്ഥ പണി ഇതാണ്. രാത്രി നമ്മൾ ഇരുട്ടത്തിരുന്ന് ഫോൺ നോക്കുമ്പോൾ സ്ക്രീനിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ തലച്ചോറിനെ പറ്റിക്കും. ഇത് പകലാണെന്ന് വിചാരിച്ച് തലച്ചോറ് ഉറക്കത്തിന് ആവശ്യമായ മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് നിർത്തും. ഇത് കാരണം കൃത്യമായി ഉറക്കം കിട്ടാതെ വരികയും അതുവഴി ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണുകൾ കൂടി BPയും തടിയും കൂടാനും കാരണമാകും. മൂന്നാമത്, തലച്ചോറിലെ കാസിനോ കെണി. മാനസികമായി നോക്കിയാൽ ഫോണിലെ ഓരോ നോട്ടിഫിക്കേഷനിലും റീലുകളും കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഡോപ്പമൈൻ എന്ന കെമിക്കൽ പെട്ടെന്ന് റിലീസ് ആകും. ഒരു കാസിനോയിലെ സ്ലോട്ട് മെഷീൻ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അടുത്ത റീലിൽ എന്ത് വരുമെന്ന ആകാംക്ഷ നമ്മൾ ഇതിലേക്ക് അടിച്ചമർത്തുകയും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യും. ഇത് നമ്മളെ എപ്പോഴും ഡിപ്രഷനിലേക്കും ദേഷ്യത്തിലേക്കും എത്തിക്കും. ഒരു സ്മാർട്ട് ഡിവൈസ് നമ്മുടെ ശരീരത്തിലേക്ക് പുറപ്പെടുവിക്കുന്ന റേഡിയേഷനേക്കാൾ അപകടം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാർന്നെടുക്കുന്ന സമാധാനവും സമയവുമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ വാച്ചിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിയ ഗാഡ്ജറ്റ് നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. സ്റ്റേ ലോജിക്കൽ. ബൈ.